ഇത്ര ദിവസങ്ങൾ വന്നിട്ട് പൂരനഗരിയില് കലോത്സവം വന്നിട്ട് എങ്ങനെയാണ് പറയേണ്ടത്? തൃശ്ശൂർ എങ്ങനെയുണ്ടെന്ന്? ഞങ്ങൾ തൃശ്ശൂർക്കാരാണ്. ഞങ്ങൾ തൃശ്ശൂർക്കാർ എപ്പോഴും നല്ലതെന്ന് പറയില്ലേ? അതിനുവേണ്ടി പറയണല്ല. തൃശ്ശൂർക്കാർ ഗംഭീരമായ പരിപാടികൾ ഇന്നുവരെ നടത്തിയുള്ളൂ. ഞങ്ങളെല്ലാവരും പറഞ്ഞു ഞങ്ങൾ തൃശ്ശൂർ പൂരം നടത്തുന്ന ആൾക്കാരാണ്. തൃശ്ശൂർ പൂരത്തിനേക്കാൾ വലിയ പൂരം ലോകത്തില്ലല്ലോ. അപ്പോൾ ആ പൂരം നടത്തുന്ന തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ കലോത്സവം എന്ന് പറയുന്നത് ഞങ്ങൾ വളരെ എളിമയോടുകൂടി, സൗഹാർദ്ദത്തോടുകൂടി, സ്നേഹത്തോടുകൂടി ആറ്റിക്കുറുക്കി ഞങ്ങൾ തുറന്ന് ഞങ്ങളുടെ 24 വേദിയിലായിട്ട് കുടമാറ്റം നടക്കുക. ഞങ്ങൾ 24 വേദിയിലെ ചെമ്പരത്തിപ്പൂ പോലെയാണ് തൃശ്ശൂർക്കാർ. ഒന്നും മറച്ചു വയ്ക്കില്ലാത്തൊരാൾ. അപ്പോൾ ഞങ്ങളുടെ മറച്ചു വയ്ക്കാനില്ലാത്ത ചെമ്പരത്തിപ്പൂ പോലെയുള്ള 25 വേദികളിൽ ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി എല്ലാം തുറന്നു വെച്ചിരിക്കുകയാണ്. അവർക്ക് ഇവിടെ ഇഷ്ടം പോലെ ആടിപ്പാടി രസിച്ച് ഒരു സംഘർഷമില്ലാതെ ഒരു പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിൽ ഞങ്ങളുടെ സംഘാടനം, അതിൻ്റെ ഇപ്പോൾ മന്ത്രി രാജൻ, ബിന്ദു ടീച്ചർ, പിന്നെ ശിവൻകുട്ടിയുടെ കാര്യം പറയണ്ട. ആൾ അണ്ണൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതലുള്ള ബന്ധമാണ് ശിവൻകുട്ടിയുടെ അടുത്ത്. ആൾ വെട്ടൊന്നും മുറി രണ്ട് കക്ഷിയാണ്. ഞാൻ വിദ്യാഭ്യാസ മന്ത്രി ആകുമ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞു ആൾ മോശമാവോ? ഒരു മോശമായില്ല, ഗംഭീരമായിട്ട് കാര്യങ്ങൾ നടത്തുകയാണ്. സംഘടന മികവാണ്. പിന്നെ അതിന് ആത്മാർത്ഥമായിട്ടുള്ള സമീപനം, അതൊക്കെ കൂടി ചേർത്ത് നമ്മളിവിടെ ഇപ്പോൾ ഇവിടെ ഭരിക്കുന്നത് UDFൻ്റെ കോർപ്പറേഷനാണ്. അതൊന്നും പ്രശ്നമില്ല. അവരും വളരെ ഗംഭീരമായി സഹകരിച്ച് ഇവിടുത്തെ മറ്റെല്ലാ ആളുകളും, രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും വളരെ കോടികളായിട്ടുള്ള രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല. കുട്ടികൾക്ക് വേണ്ടി ഭക്ഷണമാണെങ്കിൽ ഇപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേകതകളോട് കൂടി എല്ലാം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാവും അല്ലേ? അതെ അതെ അതെ, കലയാണല്ലോ മതം അല്ലേ? കലയാണ് മതം. കലയേക്കാൾ വലിയ കലയ്ക്കപ്പുറത്തൊന്നുമില്ല. അപ്പം കലകളിലൂടെ മാത്രം മതങ്ങളുടെ വൈവിധ്യവും മതങ്ങൾക്കിടയിലുള്ള സ്പർദ്ധയൊക്കെ മാറ്റാൻ കഴിയുന്ന കലകളിൽ കൂടിയാണ്. അതുകൊണ്ടാണ് 25 പേർക്ക് 25 പൂക്കളുണ്ടത്. പൂന്തോട്ടം പോലെയാണല്ലോ സമൂഹം. അത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സൂര്യകാന്തിയുടെ മുമ്പിലാണ് ഉള്ളത്. പവിഴമല്ലിയുണ്ട്. അങ്ങനെ ഒരുപാട് പൂക്കളുടെ വേദികളാണ് ഓരോ സ്ഥലങ്ങളിലും ഉള്ളത്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യും. കാരണം അകത്ത് ഈ പരിപാടികൾ നടക്കുമ്പോൾ അത് തിങ്ങി നിറഞ്ഞ സദസ്സാണ്. അതിനൊപ്പം തന്നെ പുറത്ത് ആളുകളും തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. ഓരോ വേദിക്ക് ചുറ്റും ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഓരോ സദസ്സുകളും ആണ് ഉണ്ടായിരുന്നത്. ഓരോ പരിപാടികളുടെയും പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഇന്നലെയൊക്കെ പോയപ്പോൾ എങ്ങനെയാക്കില്ല തോന്നിയത് ഇങ്ങനെ പരിപാടികളൊക്കെ? ഗംഭീരമായിരുന്നു. കാരണം നമ്മൾ അതിശയപ്പെടുത്തുന്ന അവരുടെ എനർജിയാണ്. കാരണം ഒരു 10 മിനിറ്റോളം ഒരു ഭാവമാറ്റം ഇല്ലാതെ ഭയങ്കര പ്ലസൻ്റായി, ഭയങ്കര ചടുല നൃത്തമാണ്. അപ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ ചിലപ്പോൾ ഒരു ക്ഷീണമൊക്കെ തോന്നും കാണുമ്പോൾ. പക്ഷെ അവർ അത് ബാധിക്കുന്നേ ഇല്ല. അവർ ഈ പൂരനഗരിയിലൊക്കെ നടന്ന് ശക്തൻ്റെയൊക്കെ അവിടെ ചെന്ന് വീണ്ടും ഈ പറയുന്ന പോലെ നൃത്തം അവതരിപ്പിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ നമുക്കും അതിൻ്റെയൊക്കെ ഗുണമുണ്ടായിരുന്നു. മണിക്കൂറുകളോളം ഈ മേക്കപ്പ് ഒക്കെ ഇട്ടിരുന്നു. അതെ, കാരണം അതൊന്നും അവരെ ബാധിക്കുന്നില്ല. കാരണം ഇപ്പോൾ ഈ ഒരു 2 മണിക്കാണ് പ്രോഗ്രാം തുടങ്ങുന്നതെങ്കിൽ അത് വൈകിയാണ് തുടങ്ങുന്നത്. ഒരു 2 മണിക്കൂറോളം വൈകുന്നുണ്ട്. പക്ഷേ ഈ പിള്ളേർ ഒരു 10 മണി മുതൽ തന്നെ മേക്കപ്പ് ഒക്കെ ഇട്ട് റെഡിയായി നിൽക്കുന്നത്. പക്ഷേ അവർക്ക് എപ്പോഴും അവർ ഭയങ്കര എക്സൈറ്റഡ് ആയി, ഭയങ്കര ഈ പറഞ്ഞ പോലെ കളിക്കണം, അവതരിപ്പിക്കണം, അപ്പോഴും പ്രാക്ടീസൊക്കെയാണ്. അപ്പോൾ നമ്മളെ ഭയങ്കരമായിട്ട് അതിശയപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു ഒപ്പന എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ HSന്റെ വിഭാഗമുണ്ട്. ഇന്നലെ ഹയർ സെക്കൻഡറി ആയിരുന്നു. ഇന്ന് ഹൈസ്കൂൾ വിഭാഗത്തിലും ഒപ്പനയുണ്ട്. മാർഗംകളിയും ഉണ്ട്. മാർഗംകളിയൊക്കെ വളരെ മനോഹരമായതല്ലേ? അവരുടെ ഓരോ ചുവടുവെപ്പും ഒക്കെ വളരെ മനോഹരമാണ്. അതൊക്കെ ഏതാണ് ശ്രീരാജിനെ കാണാൻ കൗതുകമുള്ളത്? ശ്രീരാജ് ഏതിനെ കാണണമെന്നാണ് താല്പര്യമുള്ളത്? അതായത് എനിക്കിന്ന് നാടകം കാണണമെന്ന് വലിയ താല്പര്യമുണ്ട്. ശ്രീരാജ് ഇന്നലെ തന്നെ ലിജോയോട് പറയുന്നുണ്ട് എനിക്ക് നാടകവേദി തരാമോ, എനിക്ക് നാടകവേദിയിലേക്ക് ഒന്ന് പോകണമായിരുന്നു എന്ന് പറഞ്ഞു. അതെ, എനിക്ക് നാടകം പ്രത്യേക താല്പര്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പത്തനംതിട്ട ജില്ലയിൽ നിന്നൊരു സംഘം വരുന്നുണ്ട്. പ്രധാനമായിട്ടും അവരുടെ നാടകം എനിക്ക് കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അവർ ട്രൈബൽ വിദ്യാർത്ഥികളാണ് മുഴുവൻ ആളുകളും നാടകം അവതരിപ്പിക്കുന്നത്. അപ്പോൾ അവരുടെ അവതരണം അവരുടെ ജീവിതം തന്നെ ആയിരിക്കും ഉറപ്പായും ആ നാടകം തന്നെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്വാഭാവികമായും അത് കാണണമെന്ന് വലിയ ആഗ്രഹത്തോടെ തന്നെയാണ് ഞാൻ ഈ കലോത്സവത്തിന് വന്നത്. അത് ഇന്ന് കാണാൻ കഴിയും. അതിൻ്റെ കൂടി ഒരു ആവേശത്തിലും ത്രില്ലിലുമാണ് ഞാനിപ്പോഴുള്ളത്. എന്തായാലും അത് വളരെ മനോഹരമായി തന്നെ അത് കാണാൻ സാധിക്കുമെന്ന് ഉറപ്പുണ്ട്. പിന്നീട് അതുപോലെ എല്ലാ പരിപാടികളും ഒന്നും മാറ്റി നിർത്താൻ കഴിയില്ല. കാരണം നമ്മൾ ആ വേദിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആ കാഴ്ചക്കാരുടെ ആവേശത്തിനൊപ്പം നമ്മൾ കൂടി ചേരുകയാണ് എന്ന് പറയുന്ന പോലെ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ കുടമാറ്റത്തിന് നമ്മൾ ആവേശത്തിൽ എത്തുന്നത് പോലെ തന്നെയാണ് ഇവിടെ ഈ കലോത്സവ വേദികളിൽ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ കാഴ്ചക്കാരോടൊപ്പം നമ്മൾ നിൽക്കുമ്പോൾ നമ്മളും ആ ആവേശത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് വേദിയിൽ ചെന്നാലും വളരെ മനോഹരമായിട്ടുള്ള പരിപാടികൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ മറ്റൊരു അതുല്യ കലാകാരനുണ്ട്. ഇന്നലെ ഗിറ്റാർ മത്സരം കഴിഞ്ഞ ഒരാളാണ്. പേരെന്താണ്? നവനീത് എവിടുന്നാ വരുന്നത്? പാലക്കാട് നിന്നാണ്. PSS ഗുരുകുലം എന്നുള്ള സ്കൂളിൽ നിന്നാണ് വരുന്നത്. സ്കൂളാണല്ലോ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അതെ, നിങ്ങൾ എന്തായാലും കപ്പ് മേടിച്ചിട്ട് പോകുള്ളൂ എന്നുള്ള ഒരു ഇതിലാണ്. അത് ഉറപ്പല്ലേ, അതിനുള്ള സംശയം. ഞങ്ങൾക്ക് വേണ്ടി ഒരു പെർഫോമൻസ് കാണിക്കാമോ? ഇപ്പൊ എത്ര കാലമായി പഠിക്കുന്നു? ഞാനൊരു 6 വർഷമായി പഠിക്കുന്നു.
ഇപ്പോൾ കലോത്സവത്തിൽ സ്റ്റേറ്റിൽ ഇപ്പോൾ 3 പ്രാവശ്യമായി പോകുന്നു. ഇത് 3ാമത്തെ വട്ടമാണ്. എ ഗ്രേഡാണ്. ഇന്നലെ തവണ എ ഗ്രേഡ് ആണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അപ്പോൾ ഒന്ന് കാണാം. ആ ഓക്കെ. ഏതെങ്കിലും ഇത് അടിപൊളിയായിരുന്നു. ഏതെങ്കിലും ഒരു സിനിമാ ഗാനം നമുക്ക് കേൾക്കാൻ പറ്റുമോ? നാട്ടിലെ ചെറുപ്പക്കാരെ മുഴുവൻ ഗിറ്റാർ പ്രേമികളാക്കി ഒരു പാട്ടും കൂടെ അതല്ലേ അഖില? തീർച്ചയായും. അതായത് നമുക്കൊപ്പം കുറച്ചൊരു മേളക്കാരുണ്ട്. തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ മേളം കേൾക്കണ്ടേ അല്ലേ? ആ മേളക്കാരൊക്കെ ഉണ്ട്. എവിടെ നിന്നാണ്? കാസർഗോഡ്. സ്കൂൾ ഏതാ? രാജാസ്. ഓക്കെ. കാസർഗോഡ് നിന്ന് തൃശ്ശൂർ എത്തി പൂരനഗരിയെ വിറപ്പിക്കാൻ പറ്റിയ ഒരു പെർഫോമൻസ് നടത്താൻ വന്നവരാണ്. അന്ന് നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ. കഴിഞ്ഞോ മത്സരം? എന്നിട്ട് കഴിഞ്ഞോ? മത്സരം കഴിഞ്ഞു. എന്താണ്? എ ഗ്രേഡ്. എ ഗ്രേഡ് ആണ്.